ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി സദ്യ കേക്കാണ്. ഫോണ്ടൻ്റ് ഒന്നുമില്ലാതെ എല്ലാം നമ്മൾ കേക്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഉള്ള ചോറും കറികളൊക്കെയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം പ്ലീസ്. എന്നാൽ നമുക്ക് സദ്യ ഒരുക്കാൻ തുടങ്ങിയാലോ. ഞാനിപ്പോൾ ആദ്യം വാഴയില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലുള്ള കേക്കാണ് എടുത്തിട്ടുള്ളത്. അത് നടുവേ രണ്ട് ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഹൈറ്റ് വാഴയില ആകുമ്പോൾ ഒത്തിരി ഹൈറ്റ് നമുക്ക് വേണ്ടല്ലോ, അതുകൊണ്ട് ഒരു കേക്കിന് തന്നെ നമ്മൾ 2 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇത്തിരിയുടെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 കേക്ക് ഇതുപോലത്തെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ഈ ഒരു സൈഡ് വാഴയിലയുടെ ഷേപ്പ് മാതിരി ഒന്ന് വെട്ടി അങ്ങോട്ട് എടുക്കാം. കട്ട് പീസ് നമുക്ക് കളയണ്ട കേട്ടോ. ഇനി നമുക്ക് ആവശ്യങ്ങളുണ്ട് കറികൾക്കൊക്കെ വേണ്ടിയിട്ട്. ഈ കട്ട് പീസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പ് ക്രീം ആക്കി കൊടുക്കാം. അതിന് മീതയിലോട്ട് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് എല്ലാം ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം, ഒരു ക്രം കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ കേക്ക് നല്ല കുതിർന്ന് വരാൻ പാകത്തിന് ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലായിടത്തും ഇതുപോലെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇവിടെ അപ്പം ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വാഴയിലൊരു ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് മാറ്റിയിട്ട് ഈ പിസ്ത മിക്സ് ചേർത്തിട്ടൊന്ന് എടുക്കാം. പിസ്ത മിക്സ് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കി അതൊന്ന് മുകളിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു തവി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വാഴയിലയുടെ നടുക്ക് കൂടെ ഒരു വരയുണ്ടല്ലോ, അത് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി വാഴയിലയുടെ കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ കളറ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ എടുക്കുന്ന സിലിക്കോണിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം, ആ വാഴയിലയുടെ ആ സ്ട്രക്ചർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കിത് ഇതുപോലെ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും തന്നെ നമ്മൾ പച്ച കളറ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആ വാഴയിലയുടെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ നടുവിലൂടെയും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വാഴയില കിട്ടും. ഇപ്പോൾ നമുക്ക് സദ്യ വിളമ്പാനുള്ള വാഴയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി എടുക്കണം. നമുക്കിനി വാഴയിലയുടെ സൈഡൊക്കെ ഒന്ന് ഇത്തിരിയുടെ ഭംഗിയാവാൻ വേണ്ടിയിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്നൊരു ഫ്ലവർ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചോറും കറികളൊക്കെ ഒന്ന് വിളമ്പിയതിന് ശേഷം ഓരോ കറികളും എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പ് വിളമ്പാം. ഉപ്പിന് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. കായുപ്പേരിയാണ്. പപ്പടം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ശർക്കര വരട്ടി, അത് നമ്മൾ കേക്കിൻ്റെ സൈഡ് കട്ട് ചെയ്ത് അത് വെച്ചിട്ടുള്ളതാണ്. അത് പുളിനാരങ്ങ അച്ചാർ, വടുക പുളിയൻ നാരങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് അതിന് പറയുന്നത്. നാരങ്ങ അച്ചാറാണ്. അത് ഞാൻ ചെറിയ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നാരങ്ങ അച്ചാർ. പിന്നെ അത് ക്യാബേജ് തോരൻ, പിന്നെ കിച്ചടി, കൂട്ടുകറി, ഓലൻ, കുമ്പളങ്ങയൊക്കെ ഇട്ട് വെക്കത്തില്ലേ, ഓലൻ എന്നാണ് ഇവിടെ പറയുക. ബീട്രൂട്ട് പച്ചടി, പപ്പടം ഞാൻ സാധാരണ പപ്പടം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറ് ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കേക്ക് കട്ട് ചെയ്ത സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് തികഞ്ഞില്ലായിരുന്നു. ആ സൈഡും കുറച്ച് ബ്രെഡും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ചോറ്.
ചെറുപഴം, പിന്നെ കാളൻ, ചോറിൻ്റെ പുറത്ത് തന്നെ ഇരിക്കട്ടെ കാളൻ അല്ലേ, പിന്നെ ഇഞ്ചിക്കറിയും. അപ്പോൾ നമ്മുടെ സദ്യയുടെ എല്ലാ കറികളും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കഴിക്കേണ്ട താമസമുള്ളൂ. ഇനി ഇത് ഓരോ കറികളും ഉണ്ടാക്കി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറുപഴം ഉണ്ടാക്കിയത് കുറച്ച് ബ്രെഡ് ക്രംസിലോട്ട് ഇത്തിരി യെല്ലോ ഫുഡ് കളറും കുറച്ച് വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ആ പഴത്തിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ക്യാമറ ഇത്തിരി താഴോട്ട് പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ആ പഴത്തിലുള്ള പച്ച വരയൊന്ന് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇത്തിരി പച്ച കളർ എടുത്തിട്ട് ഒന്നിങ്ങനെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അടിവശത്ത് ഇത്തിരി ബ്ലാക്ക് ചോക്ലേറ്റിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പഴം റെഡിയായി കിട്ടും. ക്യാബേജ് തോരനാണ് അടുത്തത്. അതും ഇതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലോട്ട് ഇത്തിരി യെല്ലോ ഫുഡ് കളർ ചേർത്ത് ഒന്ന് അത് കുഴച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തോരൻ മാതിരി ഇരിക്കാൻ പാകത്തിന് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇടാം. അപ്പോൾ നമുക്ക് കടുക് പോലെ ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ട് പുളിനാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ബ്രെഡ് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് കുറച്ച് റെഡ് ഫുഡ് കളറും ഇത്തിരി വിപ്പിംഗ് ക്രീമും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പുളിനാരങ്ങ അച്ചാർ റെഡിയായി. അപ്പോൾ നാരങ്ങ അച്ചാർ റെഡിയായി. പപ്പടം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കായോപ്പേരിക്ക് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബ്രെഡ് ക്രംസും കേക്കിൻ്റെ ക്രംസും കൂടെയാണ് ചോറ്. ഓലൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം അരിഞ്ഞതും അതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ഇത്തിരി ബ്രെഡ് ക്രംസും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. കിച്ചടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് വൈറ്റ് കോമ്പൗണ്ടും, പിന്നെ നമ്മൾ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയ കേക്കിൻ്റെ സൈഡ് ഉണ്ടല്ലോ നല്ല ബ്രൗൺ കളറായിട്ടുള്ള അതും, കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് കിച്ചടി റെഡിയായി കിട്ടും. ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ കിച്ചടി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കാളൻ തയ്യാറാക്കി എടുക്കാം. അതിന് കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ട് ഇത്തിരി യെല്ലോ ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാളൻ റെഡിയാവും. കാളനിൽ നമുക്ക് കടുക് വറുത്തിടാം. അപ്പം കുറച്ച് ചോക്കോ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാൻ വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയാണ്. ചെറിയിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ഇത്തിരി പിങ്ക് ഫുഡ് കളറും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് പച്ചടിയായി. കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് കളർ ചെയ്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ, ഗ്രീൻ കളറും റെഡ് കളറും ചേർത്തെടുത്തിട്ടുള്ള ബ്രെഡ്, കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ ബിസ്ക്കറ്റിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇട്ടിട്ട് ഇത്തിരി ക്യാരമൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരമൽ സിറപ്പും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും കൂട്ടുകറി റെഡിയാകും. ഇഞ്ചിക്കറി ഉണ്ടാക്കിയത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കിയത് കുറച്ച് ബ്രെഡ് ക്രംസിലോട്ട് ക്യാരമൽ സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇഞ്ചിക്കറി. അപ്പം നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണസദ്യ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിനപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു സദ്യ കേക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാം. ഇനിയും ഇതുപോലെ അടിപൊളി ഉഷാർ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്